Get loud. Michael Jackson. I'm having 4 different sounds with me. 1, 2, 3. And fourth one is a vocal. So all 4 sounds together. Drop it. Thank you. ഇനി നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. ഈ വേദിയെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഓരോ കലാകാരന്മാർക്കും ഞങ്ങൾക്കുള്ള നന്ദി കടപ്പാടിന്റെ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്തതായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അപർണ സത്യദാസ്. അസ്സലാമു അലൈക്കും, നമസ്തേ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഏവർക്കും പ്രവാസി ഭാരതി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പ്രവാസി ഫിലിം ഫെസ്റ്റ് 2017ലേക്ക് ഹാർദമായ സ്വാഗതം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആൻഡ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഇൻ ദി ഓഡിയൻസ് എ ഹാർട്ടി വെൽക്കം. ഇനിയും ഒഫീഷ്യൽ ഇനോഗ്രൽ സെറമണിയിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതിനു മുൻപ് ഇവിടെ UAE തന്നെ അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാർ നമുക്ക് വേണ്ടി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ തിങ്ക് വി ഷുഡ് ഗിവ് ദം എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷനിലേക്ക് കടക്കാൻ ഉള്ള സമയമായിരിക്കുകയാണ്. ഏവരുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഞങ്ങളിതാ ആരംഭിക്കുന്നു. ഐ എം ഡോക്ടർ അപർണ, ഐ വിൽ ബി യുവർ MC ഫോർ ദി ഈവനിങ്. സോ നമുക്ക് തുടങ്ങാം. Shall we begin? Way to go അജ്മാൻ. നിങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രവാസികളായ നമുക്ക് ഐ എം ഷുവർ വി കൻ ഡെഫിനറ്റ്ലി റിലേറ്റ് ടു ഇറ്റ്. നല്ലൊരു മഴയൊക്കെ പെയ്ത് നല്ലൊരു ഫീലിംഗ്, ഇറ്റ്സ് എ നോസ്റ്റാൾജിക് ഫീൽ എന്ന് തന്നെ പറയാം. മലയാളം മണ്ണിൻ്റെ ഹരിതാപ് കാത്തു സൂക്ഷിക്കുന്ന മലയാളികളായ നമുക്ക് ഇവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അജ്മാനിൽ വെച്ച് ഒരുപാട് സുന്ദര മുഹൂർത്തങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും തന്നെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. സോ വി ബിഗിൻ നൗ. ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചെറിയ സജഷനാണ്. ടു നോ വാട്ട് എക്സാക്ട്ലി ഈസ് പ്രവാസി ഭാരതി ഫിലിം പ്രൊഡക്ഷൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇന്ത്യ മഹാരാജ്യത്ത് രൂപം കൊണ്ട ഈ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി പ്രവാസികളുടെ ഒരു കൂട്ടായ്മ ഒത്തുചേർന്നുകൊണ്ട് രൂപീകരിച്ച ഒരു കമ്പനിയാണിത്. ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഇനോഗ്രേഷൻ. അതിനുശേഷം വി ഹാവ് എ മ്യൂസിക്കൽ എക്സ്ട്രവഗൻസ awaiting each and every one of you. ഇതിൻ്റെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ദിസ് കമ്പനി? സിനിമ പ്രൊഡക്ഷൻ. പിന്നെ ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ ലോകമെമ്പാടുമുണ്ട്.
അവർക്കൊക്കെ നല്ല അവസരങ്ങൾ നൽകുക, കലാമൂല്യമുള്ള സിനിമ നിർമ്മിക്കുക, എല്ലാത്തിലുമുപരി നിർമ്മിച്ച ചിത്രങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം ഈ കമ്പനിയിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും തന്നെ ജീവിതകാലം മൊത്തം കിട്ടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് അതിന് നല്ലൊരു കൈയടി കൊടുക്കണം ഈ ഒരു കമ്പനിയുടെ സാരഥികൾക്ക്. ഈ കമ്പനിയിൽ ആരൊക്കെ ഒത്തുചേർന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എ ലോഡ് ഓഫ് വണ്ടർഫുൾ സോഷ്യലി ആക്റ്റീവ് ബിസിനസ്മെൻ, വെരി റെസ്പെക്റ്റഡ് പീപ്പിൾ ആസ് വെൽ. അതുകൂടാണ്ട് ഇവിടെ തന്നെ പ്രവാസികളായി ജോലി ചെയ്യുന്ന ഒരു പറ്റം സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരും തന്നെ സംഗമിച്ച് ഒത്തുചേർന്ന് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് പ്രവാസി ഭാരതി ഫിലിം പ്രൊഡക്ഷൻ കമ്പനി. ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ്. നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഞങ്ങളിതാ ആരംഭിക്കാൻ പോകുന്നു. ലൈക്ക് ഇറ്റ് ഇസ് സെഡ്, കീപ് യുവർ ഐസ് ഓൺ ദ സ്റ്റാർസ് ആൻഡ് യുവർ ഫീറ്റ് ഓൾവേസ് ഓൺ ദ ഗ്രൗണ്ട്. അത് ഈ ഒരു സ്ഥാപനത്തിന് ഉത്തമമാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് we proceed to the official inauguration. Now it gives me immense pleasure to welcome these respected dignitaries representing Pravasi Bharati Public Limited Company onto this very stage. ആദ്യമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ of Pravasi Bharati Film Production Public Limited Company. Can we have none other than, ഈ ഒരു വ്യക്തിത്വത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ, he is a businessman, he is an entrepreneur for so many years. പക്ഷെ ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തിത്വമാണ്. എപ്പോഴും തൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി കാത്തു സൂക്ഷിക്കുന്ന ശ്രീ ജയകുമാർ PK. Can we have you on stage please? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ ജയകുമാർ PK, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് പ്രവാസി ഭാരതി ഫിലിം പ്രൊഡക്ഷൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മളോടൊപ്പം വേദിയിലുണ്ട്. Now comes a little more stern, a very professional gentleman. It gives me immense pleasure to welcome the Managing Director of Pravasi Bharati Film Production Public Limited Company. Can we have Mr. KP Vijayan on stage please? Lovely lady, definitely a woman of substance. I'd like to welcome the director of Pravasi Bharati Film Production Public Limited Company. Can we have Mrs. Manju Saumini on stage please? Pravasi Bharati Film Production Public Limited Company യുടെ ഡയറക്ടറാണ്. Hearty welcome to you ma'am. Mr. Jeevan Babu on stage please. So this is the team behind this wonderful company, and the inaugural function that's going to happen here today is going to be marked in history. It's going to stay embedded in our hearts. I'd like to invite, I only know a bit of Telugu sir, Elavanaru sir, Bagunava. Okay, with your permission, ladies and gentlemen, put your hands together to welcome the Director for Film Censor Board, Andhra Pradesh Jury Member for Film Award Committee, none other than Mr. Poturi Ranga Rao. First of all, we'd like to express our sincere thanks and gratitude for accepting our invitation and gracing this occasion. It gives us immense pride to have this respected director with us. Ladies and gentlemen, please put your hands together as we welcome our next guest, award-winning German film director, Mr. Rodrigo Kirchner, onto this very stage. Hearty welcome to you, sir. On his behalf, we have Mr. Joseph Matthew who will be joining us. Hearty welcome to you, sir. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്ന ഈ ഒരു
നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഹി മൈറ്റ് ബി വൺ among the first doctors to start acting. അതായത് പാഷനും പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അദ്ദേഹം തമിഴ്, തെലുഗു, മലയാളം ചിത്രങ്ങളിൽ ഒക്കെ അഭിനയിച്ചിട്ടുള്ളൊരു നല്ല നടനാണ്. He is also won himself Filmfare Awards for the South, and now he has many more upcoming projects in the Tamil film industry, and he has a personality that demands respect because he has his own attitude, style and voice. Ladies and gentlemen, with a warm round of applause, let's welcome film actor Nammude Swandam, Dr. Ajmal Amir, onto the stage, please. Respected dignitary who will be joining us. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. UAE മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ്. അദ്ദേഹം വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാനാണ്, ചെയർമാൻ ഫോർ ദ മീഡിയ കൗൺസിൽ ഓഫ് GOPIO, which is Global Organization for People of Indian Origin, and he's also a patron of Abhaya and Pravasi Welfare. നമ്മൾക്ക് ഏവർക്കും സുപരിചിതനായ, നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ഈ ഒരു വ്യക്തിത്വം മറ്റാരുമല്ല, it is Sir Isaac John Pratani Parambal. Sir, please join us on stage. Next, I'd like to welcome പത്തേമാരി എന്ന ചിത്രം മലയാളികൾക്ക് ആർക്കും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. മമ്മൂക്കയുടെ ആക്ടിംഗ് ആയിക്കോട്ടെ, the entire cast and crew, and a movie that we could relate to it really well. അതും ഇവിടെ ഒരു 3 പതിറ്റാണ്ട് 2 പതിറ്റാണ്ടായിട്ട് ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും we can feel it, you know. അത്തരത്തിലുള്ള ഒരു ചിത്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് huge respect. Ladies and gentlemen, let's welcome the film producer of പത്തേമാരി, none other than Advocate Hashik Taikandi, onto the stage, please. A mother of two, but so beautiful and elegant. Beauty is not just skin deep, it's inside out. A woman who inspired so many women by showing her talent, her attitude, her style, her poise, her confidence. She voiced her choices, and I'm sure so many of you really respect her. The most important thing is she's a perfect daughter, a mother, a wife, a daughter-in-law, and now she has won herself a very respected title of being the Mrs. Global 2017 winner. Can we have Mrs. Vijay Lakshmi Ratish on stage, please? Medical colleges, dead body നമ്മൾ ഡെഡ് ബോഡി എന്ന് പറയാൻ പാടില്ല. We should respect it as a cadaver. And മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വിലയില്ല എന്ന് ഒത്തിരി പേര് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. യെസ്, they die, ആ കർമ്മങ്ങൾ ചെയ്യുക, and that's it. But that's not just it. There are so many people with such bad circumstances. അവരെയൊക്കെ തന്നാൽ കഴിയുന്ന വിധം സഹായിച്ച് സമാധാനത്തോടെ the afterlife journey, that is also equally important. അത് മനസ്സിലാക്കി ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂജ് റെസ്പെക്റ്റ്. ആൻഡ് അത്തരത്തിലുള്ള ആ ഒരു വ്യക്തി അജ്മാൻ്റെ സ്വന്തമാണ്, മറ്റാരുമല്ല. A well-known social worker, an activist in all sorts of humanitarian activities. This respected dignitary is very active. നമ്മളുടെ സ്വന്തം ശ്രീ അഷ്റഫ് താമരശ്ശേരി. Ladies and gentlemen, നല്ലൊരു കൈയോടുകൂടി നമുക്ക് അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാളികൾ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, അതിൻ്റെ ഭാഗമാകാറുണ്ട്. അത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഒരുപാട് പേർക്ക് അറിയുകയും ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
ഇതിൽ വളരെയധികം ആത്മാർത്ഥതയോടെ ഈ ഒരു വ്യക്തിത്വം കഴിഞ്ഞ 18 വർഷമായി ഹീസ് ബീൻ എ ഡെഡ്ലി ലീഡർ ഇൻ ദ ഫീൽഡ് ഓഫ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും ടോപ്പ് അവാർഡ്സ് ആർ Ministry of Interior, UAE Central Government Excellence Award, Ministry of Economical Development Award, Ministry of Cultural Affairs, Youth and Community Award, Ras Al Khaimah Police Award, Government of Ras Al Khaimah Award, Civil Defense Award, Nick Bean Puraskaram, Pravasi Bharati Pradipha Ratna Puraskaram, Musaris Pravasi Harsha Talent Puraskaram, and Swathi Tirunal Maharaja International Excellence Award. ഈ ഒരു വ്യക്തിത്വം നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനാണ്. വെരി കാം ആൻഡ് കമ്പോസ്ഡ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ടെൻഷൻ അങ്ങനെയൊക്കെയുള്ളതല്ലേ. വെരി കൂൾ, വെരി പ്രൊഫഷണൽ. എല്ലാ തരം ഇവൻറ്റ് മാനേജ്മെൻറ്റിലും അദ്ദേഹത്തിൻ്റെ കമ്പനി ദേ ആർ എക്സ്പെർട്ടീസ് അറ്റ് ഇറ്റ്. ലെറ്റ് ഇറ്റ് ബി ദ ടെക്നോളജി, ലെറ്റ് ഇറ്റ് ബി ദ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇറ്റ് ഈസ് യുണീക്ക്. മറ്റാരുമല്ല, നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ അൽ സഫീർ ഇവൻറ്റ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അൻസാർ കൊയിലാണ്ടി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്ന വ്യക്തിത്വം ഏഷ്യാനെറ്റ് റേഡിയോ അതിൻ്റെ പ്രോഗ്രാം ഡയറക്ടറാണ്. അതിൽ 21 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ ശബ്ദം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശ്രീ രമേശ് പയ്യന്നൂർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്, ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. അടുത്തതായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്ന വ്യക്തിത്വം മറ്റാരുമല്ല, ശ്രീ ചാക്കോ ഉലക്കട. ഇരിഞ്ഞാലക്കുട പ്രവാസി പ്രസിഡന്റാണ് അദ്ദേഹം. ആൽഫ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ പേട്രൺ ഓഫ് UAE ആൻഡ് പാർട്ട്ണർ ഓഫ് മലബാർ ഗോൾഡ്. I request Sri Chako to please join us on stage, sir. Hearty welcome to you. Now it's time to welcome another film actor amidst us. A perfect actor, must say. അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ലൊരു നടനാണ്. നല്ലൊരു കൈഡിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കൂക്കൽ രാഘവൻ ഓൺ ടു ദി സ്റ്റേജ് പ്ലീസ്. ഒരു പ്രൊഫഷണൽ ഡ്രാമ റൈറ്റർ ആൻഡ് റിസർച്ചർ മറ്റാരുമല്ല ശ്രീ ജോസ് കൊയ്വില. Our next guest for the event is Indian Association Member for Cultural and Festival Committee. Can we have Mr. Ignatius on to the very stage? അടുത്തതായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു സോമനെ ഒരുപാട് ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിത്ത് ഓൾ റെസ്പെക്ട്, പ്ലീസ് ജോയിൻ us on stage. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ആദരണീയനായ ഓഡിറ്റർ അഡ്വക്കേറ്റ് സന്തോഷ് കെ നായർ, പ്ലീസ് ജോയിൻ us on stage. All of you to please rise for the national anthem. എല്ലാവരും തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. For the national anthem.